അപ്പൊ ഇന്നലെ നമ്മളുടെ കിച്ചൺ നിങ്ങൾ കണ്ടല്ലേ. കിച്ചൺ കുറച്ചധികം മെസ്സായിട്ട് കിടക്കുകയാണ്. കാര്യം ഇന്നലെ എനിക്ക് ഭയങ്കര ക്ഷീണമായിരുന്നു. ക്ഷീണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുമ്പോഴായാലും വെയിറ്റ് ഗെയിൻ ചെയ്യുമ്പോഴായാലും നമുക്കൊരു ക്ഷീണം ഓട്ടോമാറ്റിക്കലി പിറ്റേ ദിവസം വരും. കാര്യം മറ്റേതാണെങ്കിൽ ഫുഡ് കുറഞ്ഞതിന്റെ ഒരു ബുദ്ധിമുട്ട്, ഇത് ഫുഡ് കൂടിയതിന്റെ ഒരു ബുദ്ധിമുട്ട്, അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ക്ഷീണം വരും. അപ്പൊ ഇന്ന് എനിക്ക് കുറച്ചൊന്ന് റിലാക്സ് ചെയ്യണം, ഒന്ന് ടയേർഡ് ആയിട്ടുണ്ടെന്നൊക്കെ പോലെ തോന്നി. പക്ഷെ അങ്ങനെയൊന്നും അല്ല, ഫുഡ് ഇൻടേക്ക് കൂടിയതിന്റെ ഒരു പ്രശ്നമാണ്. അതങ്ങ് മാറും. നമ്മൾ റെഗുലറായിട്ട് ചെയ്ത് വരുമ്പോൾ അതങ്ങ് മാറും. പിന്നീടുള്ളതെന്ന് വെച്ചാൽ കിച്ചണിൽ കുറച്ച് സാധനം ഇവിടെ ഞാൻ ക്ലീൻ ചെയ്തിട്ടിട്ടാണ് വീട്ടിൽ പോയത് കേട്ടോ. അപ്പൊ ഇവിടെ അതിനിടയ്ക്ക് ഒരു ദിവസം അമ്മ വന്നിട്ട് ഇവിടെ ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണി വെച്ചിട്ട് അമ്മ ബാക്കിയെല്ലാം ക്ലീൻ ചെയ്തിട്ടാ പോയ. സാധനങ്ങളൊക്കെ അവിടെ ഇവിടെയും കുറച്ച് അവിടുത്തെ പാത്രം ഇവിടുത്തെ പാത്രങ്ങളെല്ലാം കൂടെ കുഴഞ്ഞ് കിടന്നത്. അപ്പൊ അതെല്ലാം മാറ്റി ഇപ്പൊ അതെല്ലാം ക്ലിയർ ചെയ്തു. പിന്നെ നമ്മൾ ഈ കെറ്റില്, നമ്മൾ പുതിയ കെറ്റില് മേടിച്ചായിരുന്നത്. അപ്പൊ ഈ കെറ്റില് ഞാൻ സംഗീതയ്ക്ക് കൊടുക്കുവാണ്. സംഗീതയ്ക്ക് കെറ്റിലിനോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്. ഞാൻ മേടിച്ചപ്പോൾ തന്നെ അവർക്ക് ഇങ്ങനെ കെറ്റില് മേടിക്കണമെന്ന് ഇങ്ങനെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ മൈജിയിൽ പോയപ്പോ കെറ്റിലിന് ഓഫർ ഉണ്ടെന്ന് വെച്ചിട്ട് പോയത്. ഓഫർ ഉണ്ട്, പക്ഷെ അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും അവളുടെ മൈൻഡ് ഒന്ന് പതുക്കെ ഡൈവേർട്ടായി. വേണോ വേണ്ടോ എന്നുള്ള ഇതിലായി. ഫൈനലി ഞാനൊരു കെറ്റിൽ എനിക്ക് മേടിച്ചു. അപ്പൊ ഞാൻ കരുതി ഇതൊന്ന് സംഗീതയ്ക്ക് കൊടുക്കാന്ന് വെച്ചു. അപ്പൊ ഇത് സംഗീത വരുമ്പോ ഇത് സംഗീതയ്ക്ക് കൊടുക്കണം. അങ്ങനെ 15ാം വെഡിങ് ആനിവേഴ്സറിയുടെ ആഘോഷങ്ങളെല്ലാം ഈ വീഡിയോയിലുണ്ട് കേട്ടോ. ഇത് ശരിക്കും എന്റെ വെയിറ്റ് ഗെയിൻ ജേണിയുടെ ഒരു ഭാഗമാണ്. കാര്യം എന്ന് വെച്ചാൽ ഞാൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ ഉപയോഗിക്കണമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അത്യാവശ്യം അപ്പോഴത്തെ നൈറ്റ് കുറച്ചൊന്ന് മൈസൂർ കീര കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് തോരൻ പരിപ്പിട്ട് ഞാൻ തോരൻ വെച്ച് കഴിച്ചു. അതും തോരൻ പരിപ്പും ഈ ഒരു ഇതും ചോറും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അത് മാത്രമായിട്ടും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പക്ഷെ കുട്ടികളുണ്ടായത് കാരണം രസം കൂടെ വേണം. അങ്ങനെ രസവും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ആയിഷ ആദ്യമേ ഈ ഒരു ഗിഫ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പിന്നെ അവനോട് റിക്വസ്റ്റ് ചെയ്തത് കൊണ്ട് ഒന്നും കൂടെ കയറി വന്ന് ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്തതാണ് കേട്ടോ. അവന്റെ ഒരു സർപ്രൈസും കാര്യങ്ങളും ഒന്ന് ക്യാപ്ചർ ചെയ്യാൻ എനിക്ക് ആ ഒരു മൊമെന്റിൽ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ അവനത് അഭിനയിക്കാൻ പറ്റാത്തത് കാരണം അവൻ ചിരിക്കുന്നു. ഞാനും അവന്റെ അഭിനയം കണ്ടുകൊണ്ട് ഞാൻ ചിരിക്കുന്നത് മാത്രമല്ല. ആയിഷിനോട് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. കാര്യം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ആ ഒരു കാര്യം ചെയ്തതിൽ എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. അതിനുശേഷം ഞാൻ വൈകിട്ടത്തെ ടീ ടൈമിൽ റാഗിയും കാഷ്യൂ പൗഡറും വാൾനട്ട് പൗഡറും ബദാം പൗഡറും കൂടെ മിക്സ് ചെയ്തിട്ട് റാഗിയിൽ വേവിച്ച് പാലും കൂടെ ഒഴിച്ചിട്ടാണ് കുടിക്കുന്നത്. ഞാൻ പാല് കുടിക്കാറില്ല, പാൽ എനിക്ക് വേണ്ട, പഞ്ചസാരയും കട്ടാണ്. അത് ആ ഒരു ഫോമിൽ ഞാൻ എടുക്കും. കുട്ടികൾക്ക് പാലും പഞ്ചസാരയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. 15ാം വെഡിങ് ആനിവേഴ്സറിയെ കുറിച്ച് എന്താ പറയാനുള്ളതെന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, കല്യാണം ഒരിക്കലും കഴിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാര്യം കല്യാണം കഴിച്ചിട്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മളുടെ വീട്ടിൽ നമ്മളെ ആദ്യം അത്രയും ഒരു ഫ്രീഡം ഇല്ലായിരുന്നു നമുക്ക്. ശരിക്കും പറഞ്ഞാൽ മീൻസ് നമ്മൾ അത്രയും ഇതാക്കിയാണ് അമ്മ വളർത്തിയത്. എന്ത് കാര്യമായാലും നമുക്കൊരു സ്വാതന്ത്ര്യം ഇല്ലായിരുന്നു. അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്. നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന കാര്യത്തിൽ ലൈഫ് എന്ന് വിചാരിച്ചാണ് നമ്മളുടെ കല്യാണവും കാര്യങ്ങളൊക്കെ. അപ്പൊ കല്യാണം കഴിഞ്ഞ് പോകുന്നതിന് 3 ദിവസത്തിന് മുമ്പ് ഞാൻ എൻ്റെ അമ്മയടുത്ത് ഞാൻ പറഞ്ഞു, ഈ വീടിന്റെ പാടി ഇറങ്ങിയാണ് തിരിച്ച് കയറത്തില്ല. പക്ഷെ 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് തിരിച്ച് കയറേണ്ടി വന്നു. ഹസ്ബൻഡ് ഗൾഫിൽ പോയപ്പോൾ എനിക്ക് തിരിച്ച് വീട്ടിലേക്ക് വരേണ്ടി വന്നു. പിന്നീടുള്ളതെന്ന് വെച്ചാൽ എൻ്റെ 10ാമത്തെ വെഡിങ് ആനിവേഴ്സറി. അതൊക്കെയാണ് നമ്മൾ മൈൽ സ്റ്റോൺ ആയിട്ട് ആഘോഷിച്ചുകൊണ്ടിരുന്ന സാധനങ്ങൾ അതൊക്കെയാണ് കേട്ടോ. 10ാമത്തെ വെഡിങ് ആനിവേഴ്സറി എൻ്റെ ഒരു വാശിപ്പുറത്തായിരുന്നു അന്ന് ആഘോഷിച്ചത്. അന്ന് കേക്ക് മേടിച്ച് ആഘോഷിച്ചു. അന്ന് പുള്ളിക്കാരൻ്റെ ഒരു ഫ്രണ്ടിന്റെ കല്യാണമായിരുന്നു. പുള്ളിക്കാരൻ അതിന് കല്യാണം കഴിഞ്ഞ് റിസപ്ഷന് പോകണം, വൈകിട്ട് റിസപ്ഷന് പോകണമെന്ന് ഒറ്റ വാശിയിൽ. അപ്പൊ എനിക്ക് കേക്ക് 10ാമത്തെ വെഡിങ് ആനിവേഴ്സറി അല്ലേ, എനിക്ക് കേക്ക് മുറിക്കണം എന്നുള്ള വാശി. അങ്ങനെ അവസാനം കേക്ക് മുറിച്ച് പുള്ളിക്കാരൻ കല്യാണത്തിനൊക്കെ പോയിട്ട് വന്നു. പിന്നീട് ദിയാടെയൊക്കെ ഇത് വളരെ നാച്ചുറൽ ആയിട്ടാണ് അവർ ആ കേക്കൊക്കെ വന്ന് കണ്ടപ്പോൾ അവർക്കുണ്ടായ സന്തോഷം മാത്രമാണ് ഇത് കേട്ടോ. ഇതിൽ ആർട്ടിഫിഷ്യാലിറ്റി ഒന്നുമില്ല. അവർക്ക് ഭയങ്കര സന്തോഷമായി. കേക്കിന് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുട്ടികളല്ലേ. പിന്നെ ദിയായുടെ വോയിസ് ഇച്ചാപ്പി എന്ന് പറയുന്നൊരു ക്യാരക്ടർ, മീൻസ് ക്യാരക്ടറുള്ള ഒരു വ്യക്തിയുടെ സ്വരവുമായി സാമ്യം ഉണ്ടോന്ന് പറഞ്ഞ് അത് അവളുടെ യഥാർത്ഥ സ്വരം ഇതാണ് കേട്ടോ. പിന്നെ അന്ന് മൈക്ക് വെച്ചും കുറച്ച് കൊഞ്ഞയും കൂടെ കൂടി പറഞ്ഞത് കൊണ്ടായിരിക്കും അതങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് തോന്നുന്നു. പിന്നീട് 15ാം വെഡിങ് ആനിവേഴ്സറി. നമ്മൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് എന്ന നിലയിൽ നമ്മൾ രണ്ട് വ്യക്തികളാണ്, 2 ക്യാരക്ടേഴ്സാണ്. എക്സ്ട്രീംലി ഡിഫറെന്റ് ക്യാരക്ടേഴ്സാണ്. ഞാനെന്ന് വെച്ചാൽ കുറച്ച് ഫാമിലി പേഴ്സൺ ആണ്. ഹസ്ബൻഡ് എന്ന് വെച്ചാൽ എക്സ്ട്രീംലി ഡിഫറെന്റ് ആണ്. പുള്ളിക്കാരൻ എപ്പോഴും എന്ത് ഇവന്റും എന്ത് റിച്വൽസും
ഫ്രണ്ട്സിനോട് കൂടെ ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു 2-3 കമന്റ് ചിരിച്ചോണ്ട് മുറിച്ചുകൂടി ചേട്ടനില്ലാത്തതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്ന കമന്റൊക്കെ ഞാൻ കണ്ടു. അതുകൊണ്ടൊന്നുമല്ല കേട്ടോ. ആക്ച്വലി അത്ര വലിയ സന്തോഷിക്കാനുള്ള കാര്യങ്ങളൊന്നുമില്ല. ഒരു 15ാം വെഡിങ് ആനിവേഴ്സറി, ഐ നെവർ എക്സ്പെക്റ്റഡ്. ഇതൊന്നും ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഇതിനൊന്നും ഒരു കാര്യമില്ല കേട്ടോ. നമ്മൾ ബുക്കിന്റെ കവർ പേജ് കണ്ടുകൊണ്ട് ബുക്കിനകത്തെ കണ്ടന്റിനെ നിശ്ചയിക്കാൻ പാടില്ലല്ലോ. അപ്പൊ കവർ പേജ് നന്നായിരുന്നാലും ചിലപ്പോൾ ആ ബുക്കിലെ ഓരോ താളിലുള്ള ജീവിതത്തിന്റെ ആയാലും എന്തായാലും എഴുതിയിരിക്കുന്ന കണ്ടന്റ് എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ലല്ലോ. ആ കണ്ടന്റ് നല്ലതാണോ മോശമാണോ എന്ന് ആ ബുക്ക് തുറന്നാലല്ലോ നമുക്ക് മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെയാണ് ലൈഫും. എന്റെ ലൈഫിലും എല്ലാം അങ്ങനെയാണ്. എന്റെ ബുക്കിന്റെ കവർ പേജ് നല്ലതാണ്, പക്ഷെ അകത്തേക്കുള്ള താളുകൾ നിങ്ങൾ എടുക്കുമ്പോൾ വളരെ ദുഃഖം തോന്നും. എപ്പോഴും ദുഃഖമാണോ എന്ന് ചോദിച്ചാൽ, എനിക്കൊരു 3 മാസം ബ്ലെസ്ഡ് ആയിട്ട് ദൈവം തന്നിട്ടുണ്ടായിരുന്നു. ആ 3 മാസം എന്റെ ലൈഫിൽ ഞാൻ മരിക്കുന്ന കാലം വരെ മറക്കത്തില്ല കേട്ടോ. അത്ര നല്ലൊരു 3 മാസമായിരുന്നു എനിക്ക്. അതെന്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കത്തില്ല. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഞാൻ സ്ട്രഗിൾ ചെയ്ത് വന്നതും മേ ബി ഞാൻ പിന്നെ ആദ്യമൊക്കെ ചിന്തിച്ച എന്റെ ഭാഗത്തു നിന്നുള്ള തെറ്റായിരുന്നു ഞാൻ. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ഒരുപാട് മാറിയിട്ട് ഇപ്പൊ ഞാൻ ഒരുപാട് മാറിയിട്ടുണ്ട്. ഒരുപാട് മാറിയിട്ടെന്ന് വെച്ചാൽ ഞാൻ സ്വന്തമായിട്ട് ഞാൻ എന്നെ മാറ്റിയെടുക്കുകയാണ്. കാര്യം എതിർ നിൽക്കുന്ന വ്യക്തി ഒരിക്കലും മാറത്തില്ല എന്ന് എനിക്ക് ഉറപ്പായി. അദ്ദേഹം തന്നെ പറയുകയും ചെയ്തു മാറത്തില്ല എന്ന്. അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ മാറാമെന്ന്. അപ്പൊ ഞാൻ മാറിയപ്പോ സ്വാഭാവികമായിട്ടും എനിക്ക് കുറച്ച് ഞാൻ തന്നെ എന്നെ സന്തോഷിപ്പിക്കുകയും ഞാൻ തന്നെ എന്നെ സ്നേഹിക്കുകയും ഞാൻ തന്നെ എന്നെ കെയർ ചെയ്യുകയും ഒക്കെ വേണ്ടി വന്നു. വേറെ ആരും ഇല്ലല്ലോ. നമുക്ക് നമ്മളുടെ സന്തോഷം വേറെ ആളിൽ കണ്ടെത്താൻ ശ്രമിച്ചാൽ നടക്കത്തില്ല എന്നൊരാൾ വാശിയിടുന്നു. പിന്നെ നമ്മൾ ആ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് അങ്ങോട്ട് കെഞ്ചിയിട്ട് കാര്യമില്ല. നമ്മൾ തന്നെ സ്വന്തമായിട്ട് സ്നേഹിക്കുക, നമ്മൾ തന്നെ നമ്മളെ സന്തോഷിപ്പിക്കുക, നമുക്ക് സന്തോഷമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക. അത്രയേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ ഓക്കെ, ഇതൊക്കെ അവരുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്നതായിരിക്കും. പക്ഷെ അത് നമ്മളെ സന്തോഷിപ്പിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. നമ്മൾ ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് ആ ഒരു നിമിഷം അല്ലെങ്കിൽ ആ ഒരു ടൈം ആയിരിക്കും. സമയം ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടത്തില്ലല്ലോ. അപ്പൊ എന്റെ ലൈഫിൽ പോയ സമയങ്ങളൊന്നും എനിക്ക്, നല്ല സമയങ്ങളൊന്നും എനിക്ക് തിരിച്ചു കിട്ടത്തില്ല. അപ്പൊ അതിനെക്കുറിച്ച് ഇനി പറഞ്ഞിട്ടും കാര്യമില്ല. ഇനി അങ്ങോട്ടായാലും എന്റെ ലൈഫിൽ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന ഹാപ്പിനെസ് മാത്രമേ എനിക്ക് ഉണ്ടാകത്തുള്ളൂ എന്നുള്ളൊരു സ്ട്രോങ് ബിലീഫ് എനിക്കുണ്ട്. അത് കാരണം ഞാൻ എന്റെ ലൈഫിൽ മാക്സിമം സന്തോഷങ്ങൾ കണ്ടെത്തുന്ന കാര്യങ്ങൾ മാത്രമേ ഇപ്പൊ ചെയ്യാറുള്ളൂ. മറ്റാരെയും ഞാൻ ബുദ്ധിമുട്ടിക്കാറുമില്ല. എന്റെ പേഴ്സണൽ കാര്യങ്ങളും ആരോടും ഞാൻ ഷെയർ ചെയ്യാറുമില്ല. മേ ബി എന്റെ സിസ്റ്ററിനോട് ഞാൻ ഷെയർ ചെയ്യായിരിക്കും. ഈ ഒരു ഹാപ്പി ആനിവേഴ്സറി ചേച്ചി ചേട്ടാന്നുള്ള കേക്ക് എന്റെ അനിയത്തി കൊണ്ടുവന്നതാണ്. അതിൽ ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയി. കാര്യം എന്ന് വെച്ചാൽ ഇത്രയും നാളിനിടയ്ക്ക് അവള് ഇങ്ങനൊരു കേക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് ഇങ്ങനെ സർപ്രൈസ് ആയിട്ടൊന്നും ഉണ്ടായിട്ടില്ല. അവൾ അങ്ങനെ അതും കൊണ്ടുവന്നപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആയി. എനിക്ക് 35+ ആവാൻ പോകുന്നു. അപ്പൊ ഓഫ്കോഴ്സ് ഞാൻ ഭയങ്കരമായിട്ട് സർപ്രൈസ്. ഞാൻ അപ്പൊ ചോദിച്ചു നീ കേക്കോ, ഞാൻ ആദ്യം ചോദിച്ചു ചോക്ലേറ്റ് ആണോ എന്ന് ചോദിച്ചത്. ഞാൻ വിചാരിച്ചു ഇനി അവള് എന്തോ കൊണ്ടുവന്ന് വെച്ചിട്ട് എന്തോ ഫുഡ് കൊണ്ടുവന്നെയാണെന്ന് വിചാരിച്ചു. അപ്പൊ അവർ പറഞ്ഞു കേക്കാന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ വെഡിങ് ആനിവേഴ്സറിയുടെ കേക്ക്. അവളാണ് ഈ വീഡിയോ ഒക്കെ പിടിക്കുന്നത്. ഈ വീഡിയോയുടെ പിന്നിലെല്ലാം അവളാണ്. കാര്യം യൂട്യൂബിൽ എനിക്ക് ഇടാൻ വേണ്ടിയിട്ട് അവൾ എനിക്ക് പിടിച്ചു തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതും ഒരു കണ്ടന്റായി. എന്റെ വെഡിങ് ആനിവേഴ്സറി എനിക്കൊരു കണ്ടന്റ് ആയിട്ട് എടുക്കാൻ പറ്റി. ഐ എം സോ ഹാപ്പി. ഇത് യൂട്യൂബിൽ ഇട്ടാൽ ഏത് കാലത്തായാലും എനിക്കും കാണാൻ പറ്റും, എന്റെ കുട്ടികൾക്കും കാണാൻ പറ്റും, എന്റെ റിലേറ്റീവ്സിനും കാണാൻ പറ്റും, എല്ലാവർക്കും കാണാൻ പറ്റും. പിന്നെ ഇതിലൊന്നും ഒരു കാര്യമില്ല കേട്ടോ. ഇങ്ങനെ സർപ്രൈസ് ചെയ്യിപ്പിച്ച് നമ്മളെ കുത്തി നോയിച്ചിട്ട് സർപ്രൈസ് ചെയ്യിപ്പിക്കുന്നതിലൊന്നും ഒരു കാര്യമില്ല. എപ്പോഴും ഫാമിലിക്ക് കുറച്ചൊരു ഇമ്പോർട്ടൻസ് ഫാമിലിക്ക് കൊടുത്താൽ ഈ ഒരു വിഷമമൊന്നും മുഖത്തൊന്നും കാണത്തില്ല. എപ്പോഴും ചിരിച്ച് എല്ലാവരെയും ഫേസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്റെ മുമ്പുള്ള വീഡിയോസ് കണ്ടാലും എല്ലാവർക്കും അറിയാം ഞാൻ എപ്പോഴും ചിരിച്ച് മുഖത്തോണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെയല്ല. എന്റെ വീഡിയോസ് കാണുന്ന എന്റെ പഴയ വ്യൂവേഴ്സിനൊക്കെ മനസ്സിലാവും ഒരുപാട് വ്യത്യാസങ്ങൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്. അതിന്റെ ലൈഫ് ജേണിയിൽ എനിക്ക് വന്ന ഓരോ കാര്യങ്ങൾ കൊണ്ടിട്ടാണ് ഞാൻ ഇത്രയും ബോൾഡും ഇത്രയും സ്ട്രോങ്ങും ആയി മാറി. ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങിയതും ഞാൻ എന്നിലേക്ക് തന്നെ ചുരുങ്ങാൻ തുടങ്ങിയതും അതുകൊണ്ടാണ്. പിന്നെ പുറമേ നിന്ന് കാണുന്നവർക്ക് ഞാൻ പറഞ്ഞില്ലേ, കവർ പേജ് കണ്ട് നിങ്ങൾ ഒന്നിനെയും ജഡ്ജ് ചെയ്യരുത്. അതിനകത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു എൻ്റെ ഒരു വെഡിങ് ആനിവേഴ്സറിക്ക്. അവിടെ വന്നിരിക്കുന്ന കുട്ടികളെല്ലാം എൻ്റെ നെയ്ബേഴ്സ് ആണ്. അപ്പൊ അവര് ഞാൻ അന്ന് വൈകിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഗിഫ്റ്റ് കൊണ്ടുവരുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അറിഞ്ഞിട്ട് കുട്ടികളെല്ലാം വന്നതാണ്. മുട്ടായി എല്ലാവർക്കും ഇഷ്ടമാണ്. അങ്ങനെ കുട്ടികൾക്കെല്ലാം ഞാൻ അന്ന് മുട്ടായി കൊടുത്തു. പിന്നീട് പിറ്റേ ദിവസവും കേക്ക് ഉള്ളതൊക്കെ ഞാൻ മുറിച്ചവർക്കൊക്കെ കൊടുത്തു കേട്ടോ. കാര്യം ഷുഗർ എനിക്ക് തോനെ എടുക്കാൻ പറ്റില്ല. കുട്ടികൾ കഴിച്ചോളും, എന്നാലും അതിനൊക്കെ ഒരു പരിധിയില്ലേ.
അത് കാരണം അവർക്കൊക്കെ ഞാൻ കേക്കൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു. ഇത് ദിയ എക്സലന്റ് ആയിട്ട് ഡാൻസ് കളിക്കും കേട്ടോ. ക്ലാസിക്കൽ ഡാൻസ് അല്ല ദിയ. ഈ ഡാൻസ് ദിയക്ക് ഇഷ്ടമാണ്. ദിയ ടി വി കണ്ടിങ്ങനെ പഠിച്ച് സ്വന്തമായിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്തിട്ട് എപ്പോഴും പറയും അമ്മ എൻ്റെ ഒരു വീഡിയോ എടുത്തിടും ഇടുമെന്ന് എപ്പോഴും പറയും. പക്ഷെ ഞാൻ അതിന് ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് അവൾക്ക് അവളുടേതായ രീതിയിൽ അവളുടെ പാഷനാണ് ഡാൻസ്. അപ്പൊ അതിനെ നമ്മൾ എൻകറേജ് ചെയ്യാതിരിക്കുന്നത് മോശമല്ല. അത് കാരണമാണ് ഈ ഒരു രീതി ഇവിടെ കിടക്കട്ടെ എന്ന് ഞാൻ വിചാരിച്ചത്. അവളുടെ ഹാർഡ് വർക്കിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണമല്ലോ. കുട്ടികളായാലും എത്രയ്ക്കായാലും അവരുടെ ഹാർഡ് വർക്കിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യണമല്ലോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്.